ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫിസിക്സ് ക്ലാസ് ആണ്. തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിൽ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് പോർഷൻ കാർനോട്ട് എഞ്ചിന്റെ ഭാഗത്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാണ്. Okay, first question idana. For the given pressure volume graph for an ideal gas, choose the correct volume temperature graph. This process BC is adiabatic. Process BC is adiabatic. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കുക. എല്ലാവരും ഗ്രാഫ് കോപ്പി ചെയ്തെടുക്കുക. അതിൽ എന്താണ് തന്നിരിക്കുന്നത്? ഒരു പ്രഷർ വോളിയം ഗ്രാഫ് ആണ്. വോളിയം എക്സ് ആക്സിസിലാണ്, പ്രഷർ വൈ ആക്സിസിലാണ്. ആൻഡ് എ ബി പ്രഷർ ആക്സിസിൽ മുകളിലേക്കാണ്. അപ്പൊ പ്രഷർ എ ബി എന്ന ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ബി സി ഒരു അഡിയാബാറ്റിക് പ്രോസസ് ആണ്. നമുക്ക് ആ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടാൽ ഏകദേശം അറിയാം അല്ലെ? അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സി ടു എ വോളിയം ഡിക്രീസ് ചെയ്യാണ് അല്ലെ? വോളിയം ഡിക്രീസ് ചെയ്യാണ്. ഇത് പ്രഷർ വോളിയം ഗ്രാഫ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് വരയ്ക്കേണ്ടത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. വി ടി ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ എന്താ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്? നോക്കൂ, ഇവിടെ എ ടു ബി എന്ന ഈ ഭാഗത്ത് എന്ത് കോൺസ്റ്റന്റ് ആണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. അതായത് ഇതൊരു ഐസോകോറിക് പ്രോസസ് ആണ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസോകോറിക് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് സി ടു എ നോക്കൂ, സി ടു എ എന്ന് പറയുന്ന ഭാഗത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സി മുതൽ എ വരെ എത്തുന്ന ഈ ഭാഗത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സി ടു എ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതായത് ഇതൊരു ഐസോബാറിക് പ്രോസസ് ആണ്. ആൻഡ് ഓൾറെഡി ഇത് തന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് ഒരു അഡിയാബാറ്റിക് പ്രോസസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വൺസ് അഗെയിൻ നമുക്ക് നമ്മുടെ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ആദ്യം ഡി തൊട്ട് തുടങ്ങാം. ഡി എന്ന് പറഞ്ഞ ഗ്രാഫില് എ സി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലൽ ആണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇത് എവിടെയാണ്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട്, അതായത് വൈ ആക്സിസിൽ വോളിയം ആണ്. എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ്. ഏതില്? എ സി എന്ന് പറഞ്ഞെടുത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ എ സി എന്താണ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ഈ ഗ്രാഫിൽ വോളിയം കോൺസ്റ്റന്റ് ആയി. സോ ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ടി ഗ്രാഫ് അല്ല ഡി. അപ്പൊ ഡി എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇനി അടുത്തത് സിയിലേക്ക് മൂവ് ചെയ്യാം. സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ്. എ ബി എന്ന ഭാഗത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇവിടെയോ എ ബി എന്ന് പറയുന്നിടത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സി അപ്പൊ നമുക്ക് റിലേറ്റബിൾ ആണ്. എ ബി ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ് തന്നിരിക്കുന്ന ഗ്രാഫില്. ഓപ്ഷൻ സിയിലും എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇനി വോളിയത്തിന്റെ ഡയറക്ഷൻ എ ബി എന്ന ഭാഗത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. ആ സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. എ ടു ബി പ്രഷർ മുകളിലേക്കാണ് ഏരോ. അപ്പൊ മുകളിലേക്ക് ഏരോ ഇട്ട് കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാണെന്നാണ് അർത്ഥം. എ ടു ബി പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ഇവിടെയോ എ ടു ബി ബി ടു എ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഏരോ ഡിഫറെന്റ് ആണ്. ബി ടു എ ടെമ്പറേച്ചർ കുറയാണ്. ബി ടു എ, അപ്പൊ എ ടു ബി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുകയാണ് അല്ലെ? എ ടു ബി ടെമ്പറേച്ചർ കൂടുകയാണ്. ഇവിടെ എ ടു ബി പ്രഷർ കൂടുകയാണ്. ഓക്കെ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോ ഈ പ്രോസസ്സിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ച് നോക്കാം. സി നമുക്ക് വേണ്ടത് എന്താണ്?
ടെമ്പറേച്ചർ വോളിയം ഗ്രാഫാണ്. അപ്പോ ഈ എ സി എന്ന് പറയുന്നത് എ ടു ബി നോക്കാം. ആദ്യം എ ടു ബി എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെയും വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കണം. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. ഇനി ഇതിൽ എ ഇവിടെ ബി ഇവിടെയാണോ, അതായത് ഇങ്ങോട്ടാണോ എയർ വരേണ്ടത്, അതായത് എ ടു ബി ഇങ്ങോട്ടാണോ എയർ വരേണ്ടത്, ആ ഒരു കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിലെ എയറോ എങ്ങോട്ടാണ് ഇടേണ്ടത്? എ ഇവിടെയാണോ ഇവിടെയാണോ വരുന്നത്? അതെങ്ങനെയാണ് അറിയുന്നത്? സി എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അത് നമ്മളിവിടെ വരച്ചു. ഇനി നോക്കൂ, പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. ഈ ഗ്രാഫിൽ നമുക്ക് പ്രഷർ ഇല്ല, പക്ഷെ നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ വോളിയത്തിന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ബാക്കി അപ്പൊ പ്രഷർ ഇവിടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ പ്രഷർ കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എ ടു ബി പ്രഷർ കൂടുകയാണ്, അപ്പൊ ടെമ്പറേച്ചറും കൂടണം. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന ഡയറക്ഷൻ ആണ് എ ടു ബി. ഓക്കെ, എ ടു ബി ഇങ്ങോട്ടാണ്. സോ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷനും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം സി എന്ന ഓപ്ഷനിൽ ബി ടു എ ആണ് എയറോ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് ഗ്രാഫിന്റെ ഒരു പോർഷൻ കിട്ടി, എ ടു ബി ഇങ്ങോട്ടാണ് എയറോ വരുന്നത്. ഇനി നമുക്ക് ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ബി സി എന്ന് പറയുന്നത് ഒരു അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് ഏതാണ്? ബി ടു സി. അപ്പൊ ഈ തന്നിരിക്കുന്ന ഗ്രാഫില് നമുക്കിനി ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്ന ഗ്രാഫില് നമ്മൾ ഓൾറെഡി ഡിയും സിയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിലുള്ളത് എയും ബിയുമാണ്. ഇതില് ബി സി എന്നുള്ള ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബി സി ബി എന്ന ഗ്രാഫില് ബി സി ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. ഇതാ ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ബി സി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുവാണ്, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ മാറുന്നില്ല. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ഐസോതെർമൽ പ്രോസസ് ആണ് എന്നാണ്. ബി സി എന്ന് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ് ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പിന്നെ അത് വീണ്ടും ഐസോതെർമൽ പ്രോസസ് ആയി മാറില്ല. സോ ബി എന്ന ഓപ്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, കാരണം ഇത് ഓൾറെഡി അഡിയാബാറ്റിക് ആണ്. ബട്ട് ഈ ഗ്രാഫ് പ്രകാരം ഇത് ഐസോതെർമൽ ആണ്, ബി സി എന്ന പ്രോസസ്സ്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഗ്രാഫ് എ മാത്രമാണ്. അപ്പൊ ഗ്രാഫ് എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രാഫ് എ ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വി ഗ്രാഫ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തു, അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Okay, next question നോക്കൂ. A Carnot engine operates between two reservoirs of temperature 900 Kelvin and 300 Kelvin. The engine performs 1200 joules of work per cycle. The heat energy delivered by the engine to low temperature reservoir in a cycle is. A Carnot engine operates between two reservoirs of temperature. രണ്ട് റിസർവോയർ ഉണ്ട്, 900 കെയും 300 കെയും. പിന്നെ എൻജിൻ ചെയ്യുന്ന വർക്ക് തന്നിട്ടുണ്ട് 1200 ജൂൾസ് പെർ സൈക്കിൾ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ദ ഹീറ്റ് എനർജി ഡെലിവേർഡ് ബൈ ദി എൻജിൻ ടു ദ ലോവർ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിലേക്കുള്ള ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ കാർനോട്ട് എൻജിന്റെ തിയറി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സോഴ്സും സിങ്കും എൻജിനും എല്ലാം അറിയാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഒരു കാർനോട്ട് എൻജിന് നമുക്കറിയാം ഒരു സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു എൻജിൻ ഉണ്ട്, പിന്നെ ഒരു സിങ്ക് ഉണ്ട് അല്ലെ. യെസ്, അപ്പോ ഇതിൽ നിന്ന് ഹീറ്റ് എടുക്കും. ഇതിന്റെ ടെമ്പറേച്ചർ T1 ആണ്, ഇതിന്റെ ടെമ്പറേച്ചർ സിങ്കിന്റെ ടെമ്പറേച്ചർ T2 ആണ്. ഇതിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് ആണ് Q1. ആൻഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ഹീറ്റ് ഇങ്ങോട്ട് ഇജക്ട് ചെയ്യുന്നു, അതാണ് Q2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ അറിഞ്ഞിരിക്കണം. Q1 എന്താണ്, Q2 എന്താണ്, T1 എന്താണ്, T2 എന്താണ്, W എന്താണ്.
ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? Q1 by Q2 is proportional to അല്ലെങ്കിൽ is equal to T1 by T2. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. Q1 by Q2 equal to T1 by T2. The ratio of the heat of the source and sink അല്ലെങ്കിൽ heat accepted to heat rejected will be equal to the ratio of temperature of the source and sink. Okay, അപ്പോൾ Q1 by Q2 is equal to T1 by T2. നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. നോക്കൂ, ഈ Q1 ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ Q1 ആണ് വർക്ക് ആയിട്ടും Q2 ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. സോ Q1 is equal to work plus Q2. ഓക്കെ, അപ്പൊ നമുക്ക് ഈ Q1 എന്നുള്ളതിന്റെ ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാം ഈ ഇക്വേഷനിൽ. അപ്പൊ Q1 by Q2 എന്നുള്ളത് എന്തായി മാറും? വർക്ക് പ്ലസ് Q2, ഇതാണ് Q1, ഡിവൈഡഡ് ബൈ Q2 equal to T1 by T2. ഓക്കെ, നമുക്ക് വേണ്ട ഇക്വേഷൻ ആയി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് Q2 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് Q2 ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Q1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, Q2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു? 900 K, T1 തന്നിട്ടുണ്ട് 900 Kelvin, T2 തന്നിട്ടുണ്ട് 300 Kelvin, വർക്ക് തന്നിട്ടുണ്ട് 1200 joules. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് Q2 കണ്ടുപിടിക്കാൻ, അല്ലെ? അപ്പോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാല് W നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W plus Q2 by Q2 equal to 900 by 300. 900 divided by 300. എത്ര വരും? 3 വരും, അല്ലെ? ഓക്കെ, ഇവിടെ എന്താ വരുന്നത്? 3 വരും. ഓക്കെ, അപ്പോ W plus Q2 equal to 3Q2 എന്ന് വരും, അല്ലെ? ഈ Q2നെ ഇവിടെ എഴുതി 3 into Q2. ഇനി ഈ Q2നെ കൂടി അപ്പുറത്ത് കൊണ്ടുപോയാല് W equal to 3Q2 minus Q2. അപ്പോ 2Q2. ഓക്കെ, W equal to 3Q2 minus 1Q2, അതായത് 2Q2. അപ്പൊ Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? Q2 എന്ന് പറഞ്ഞാൽ W by 2. ഇവിടെ നമുക്ക് W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1200 by 2, അതായത് 600 joules. 600 joules ആണ് എന്ത് ചെയ്യുന്നത്? ലോ ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, 600 joules ആണ് ലോ ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ കാണുന്നില്ലേ? 600 joules. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. ഈ 600 joules എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ടോ? അല്ല, ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലെ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇട്ടിട്ടില്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 600 joules ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ, ഈ ഇക്വേഷൻസ് തന്നെയാണ് കാർനോട്ട് എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എഫിഷ്യൻസിക്കുള്ള ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അതും കൂടി ഉള്ളൂ ഇതില്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? Q1 by വർക്ക്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഹീറ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വർക്ക്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? Cascaded Carnot engine is an arrangement in which heat sink of one engine is source for another. If high temperature for one engine is T1, low temperature for another engine is T2. Assume work done by both engine is same. Calculate the lower temperature of the first engine. Question ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. ഇവിടെ ഒരു കാസ്കേഡഡ് കാർനോട്ട് എഞ്ചിൻ ആണ്. രണ്ട് കാർനോട്ട് എഞ്ചിൻ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ കാർനോട്ട് എഞ്ചിന് കൊടുക്കുന്ന ഹീറ്റ് T1, അതിൽ നിന്ന് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ T1, അതിൽ നിന്ന് എന്താ പറയണ ഇജക്ട് ചെയ്യുന്ന ഹീറ്റിലെ
അതാണ് രണ്ടാമത്തെ കാർനോട്ട് എഞ്ചിന്റെ സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആ സെക്കൻഡ് കാർനോട്ട് എഞ്ചിന്റെ സിങ്കിന്റെ ടെമ്പറേച്ചർ T2. ഓക്കെ, കാൽക്കുലേറ്റ് ദ ലോവർ ടെമ്പറേച്ചർ ഓഫ് ദി ഫസ്റ്റ് എഞ്ചിൻ. ഫസ്റ്റ് എഞ്ചിന്റെ ലോവർ ടെമ്പറേച്ചറിനെ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ T എന്ന് വിളിക്കാം. ആ T ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോ എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി പിക്ടോറിക്കൽ ആയിട്ടൊന്ന് നോക്കാം. രണ്ട് എഞ്ചിൻ ഉണ്ട്. ഓക്കെ, രണ്ട് എഞ്ചിൻ ഉണ്ട് ഈ ക്വസ്റ്റ്യനില്, E1 E2. ആദ്യത്തതിന് ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിന്റെ ഹീറ്റ് Q1, ടെമ്പറേച്ചർ T1 ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് നമ്മൾ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു W1 എന്ന് എഴുതാം. ഓക്കെ, W1 ആൻഡ് ബാക്കി ഹീറ്റ് പുറത്തേക്ക് പോകും, സിങ്കിലേക്ക് പോകും അല്ലെ. ആ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Q2 ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇവിടെ സെക്കൻഡിന്റെ സിങ്കിലേക്ക് പോകുന്ന ഹീറ്റ് ആണ് Q2 ആൻഡ് സെക്കൻഡിന്റെ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് T2. സോ T1, T2, Q1, Q2 നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? തൽക്കാലം നമുക്ക് Qയും Tയും യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് ഹീറ്റ് Q1, ഔട്ട്പുട്ട് ഹീറ്റ് Q. ഇതിന്റെ ഇൻപുട്ട് ഹീറ്റ് T1, ഔട്ട്പുട്ട് ഹീറ്റ് T. ഈ T ആണ് ആദ്യത്തെ എഞ്ചിന്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ, സിങ്കിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ആണ് രണ്ടാമത്തെ എഞ്ചിന്റെ സോഴ്സ് ആയിട്ട്. ഈ ഹീറ്റ് ആണ് ഇവിടെ സോഴ്സ് ഹീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് എഞ്ചിൻ ഉണ്ട്. ഇവിടെ Q1, T1, ഇവിടുത്തെ സിങ്ക് QT, അതാണ് ഇവിടുത്തെ സോഴ്സ് Q. ഇവിടെ നിന്ന് രണ്ടാമത്തതിന്റെ ലോ ടെമ്പറേച്ചർ സിങ്ക് Q2 ആൻഡ് T2. ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോവർ ടെമ്പറേച്ചർ ഓഫ് ദി ഫസ്റ്റ് എഞ്ചിൻ, അതായത് T ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടിന്റെയും വർക്ക് നമുക്കൊന്ന് എഴുതി നോക്കാം. അതാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ക്ലൂ. വർക്ക് ഓഫ് ദ ബോത്ത് എഞ്ചിൻ ആർ സെയിം. അപ്പോ എന്താ? W1 ഈസ് ഈക്വൽ ടു W2. അതാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലൂ. അപ്പൊ W1 എന്താണ്, W2 എന്താണെന്ന് എഴുതി വെക്കാം. W1 എന്ന് പറഞ്ഞാൽ എന്താണ്? W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q1 മൈനസ് Q. ഹയർ Q1 ആണല്ലോ, ലോവർ ആണ് Q. ഇനി W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ Q മൈനസ് Q2. ഈ കേസില് Q ആണ് ഹയർ, Q2 ലോവർ ആണ്. ഓക്കെ, അപ്പൊ W1, W2 നമ്മൾ എഴുതി വെച്ചു. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. Q1 മൈനസ് Q ഈക്വൽ ടു Q മൈനസ് Q2. ഓക്കെ, ഇനി ഈ മൈനസ് Qനെ അപ്പുറത്തേക്കും ഈ മൈനസ് Q2നെ ഈ LHSലേക്കും എഴുതി നോക്കാം. അപ്പൊ Q1 പ്ലസ് Q2 ഈക്വൽ ടു Q. ഈ Q ആണിത്. ഇനി ഈ മൈനസ് Q ഇവിടെ വരുമ്പോ പ്ലസ് Q. അപ്പോ Q1 പ്ലസ് Q2 ഈക്വൽ ടു 2Q. ഓക്കെ, അപ്പോ Q ഈക്വൽ ടു എന്താണ്? Q1 പ്ലസ് Q2 ബൈ 2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2 ഈക്വൽ ടു Q1 പ്ലസ് Q2 ബൈ Q എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് Qയും T1 പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ എഴുതി. അപ്പൊ Q1 is proportional to T1. അപ്പൊ T1 പ്ലസ് T2 ബൈ T ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് T എന്താ വരിക? T is equal to T1 പ്ലസ് T2 ബൈ 2. ഇത്രയും നമുക്ക് എഴുതണ്ടോ? ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ നോക്കാം. ഇങ്ങനൊരു ഓപ്ഷൻ പ്രോബ്ലത്തിൽ ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം. ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. T1 പ്ലസ് T2 ബൈ 2. ഓക്കെ, ക്ലിയർ ആണല്ലോ?
അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? അടുത്ത പ്രോബ്ലം റെഫ്രിജറേറ്ററിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രോബ്ലം ആണ്. യെസ്, a Carnot engine having an efficiency 1 by E equal to 1 by 10 as heat engine is used as a refrigerator. If the work done on the system is 10 joule, the amount of energy absorbed from the reservoir at lower temperature is. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ഇസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് പ്രോസസ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഇവിടെ ഹീറ്റ് എഞ്ചിൻ ഹാവിങ് എഫിഷ്യൻസി ഒരു 1/10 എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഹീറ്റ് എഞ്ചിനെ എന്തായിട്ട് യൂസ് ചെയ്യാം? റെഫ്രിജറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് 10 joules എന്ന് തന്നിട്ടുണ്ട്. amount of energy absorbed from the reservoir at lower temperature is. Okay, അപ്പൊ നമുക്ക് ഇതിൽ ഒരു ഇക്വേഷൻ കൂടി അറിഞ്ഞിരിക്കാനുണ്ട്. ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? പെർഫോമൻസ് ഫാക്ടർ എന്ന് ഒരു ടേം ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെ? റെഫ്രിജറേറ്ററിന്റെ കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെഫ്രിജറേറ്ററിന്റെ കേസിൽ എന്ത് ടേം ആണുള്ളത്? പെർഫോമൻസ് ഫാക്ടർ ബീറ്റ ഈക്വൽ ടു 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ. ഈ ഈറ്റ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ആണ്, ഈറ്റ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഫാക്ടർ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ. ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? Q2 ബൈ W. W എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ഡൺ ബൈ ദി കംപ്രസർ. റെഫ്രിജറേറ്ററിൽ എന്താ ഉള്ളത്? കംപ്രസർ ആണുള്ളത്. വർക്ക് ഡൺ ബൈ ദി കംപ്രസർ. ആൻഡ് Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, തൊട്ട് മുന്നത്തെ കേസിൽ Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ആയിരുന്നു അല്ലെ? ഇവിടെ ഹീറ്റ് ടേക്കൺ ഫ്രം ദി റിസർവോയർ. ഇവിടെ Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ടേക്കൺ ഫ്രം ദി റിസർവോയർ ആണ് Q2. അപ്പൊ Q2 ബൈ W എന്നൊരു ഇക്വേഷൻ ഉണ്ട് പെർഫോമൻസ് ഫാക്ടറിന്. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് നോക്കാമല്ലോ ഡയറക്റ്റ്. ബീറ്റ ഈക്വൽ ടു 1 മൈനസ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എത്രയാ തന്നിരിക്കുന്നത്? 1/10. 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0.1 അല്ലെ? ഓക്കെ, അപ്പൊ 1 മൈനസ് ഈറ്റ എന്നുള്ളത് 0.1 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു, ഇതും അതിന്റെ ഇക്വേഷൻ തന്നെയാണല്ലോ. അപ്പൊ Q2 തന്നിട്ടുണ്ടോ? Q2 പ്രോബ്ലത്തിൽ ഉണ്ടോ നോക്കാം. Q2, yes, if the work done on the system is 10 joule. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 മൈനസ് 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.9 അല്ലെ? 0.9 ഡിവൈഡഡ് ബൈ 0.1. ഇത് എത്രയാണ്? ഇത് 9 ആണ് അല്ലെ? 9 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു Q2 ബൈ W. ഇതിൽ Q2 എന്ന് പറയുന്നത് 9W. ഈ വർക്കല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു എത്രയാ തന്നിരിക്കുന്നത്? 10 joules അല്ലെ? 9 ഇൻറ്റു 10 joules എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 joules അല്ലെ? യെസ്, 90 joules. ഇനി നമുക്ക് വേണ്ടത് ഇത് ഓപ്ഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. യെസ്, ഓപ്ഷനില് യെസ്, ഓപ്ഷൻ ബി ആണ് 90 joules. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം കാർനോട്ട് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സി, an ideal gas at initial temperature 300 Kelvin is compressed adiabatically. Adiabatically compressed ആണ്. ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.4. Okay, it is compressed adiabatically to 1/16th of its initial volume. The gas is then expanded isobarically to double its volume. Then final temperature of the gas around to its nearest integer.
അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്? ആദ്യം എന്താ ഈ ഐഡിയൽ ഗ്യാസിനെ കംപ്രസ് ചെയ്തു, അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്തു. എത്ര കംപ്രസ് ചെയ്തു? 1/16 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. വോളിയം 1/16 ആയിട്ട് കുറച്ചു. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തു, ഐസോബാരിക്കലി എക്സ്പാൻഡ് ചെയ്തു. അപ്പോ വോളിയം 1/16 ആക്കിയതിന്റെ ഡബിൾ ആയി. ഇപ്പൊ ഉണ്ടാവുന്ന ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്തു, 1/16 ടൈംസ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തു, അപ്പൊ വോളിയം ഡബിൾ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്കതിന്റെ പി വി ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. പി വി ഗ്രാഫില് നമുക്കറിയാം വോളിയം ആണ് എക്സ് ആക്സിസിൽ വരയ്ക്കുന്നത്, പ്രഷർ ആണ് വൈ ആക്സിസിൽ വരയ്ക്കുന്നത്. ഓക്കെ, യെസ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനീഷ്യൽ വോളിയത്തിന് നമുക്ക് വി എഴുതാം, അല്ലെങ്കിൽ V1 എഴുതാം. ഇനീഷ്യൽ വോളിയം V1 ആയിരുന്നു. സോ പ്രോസസ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ എന്ത് ചെയ്തു? അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്തു. അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്തു. അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കണ്ടതാണ്. എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്? ഇങ്ങനെയായിരിക്കും ഷേപ്പ്. സോ വോളിയം കുറയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങോട്ടാണ് ഏരോ. വോളിയം കുറച്ചു, അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്ത് കുറച്ചു. ഇവിടെ വോളിയം കുറയുമ്പോ എന്താ ഉണ്ടാവുന്നത്? ഈ ഗ്രാഫ് എന്താ മുകളിലേക്ക് വരച്ചിരിക്കുന്നത്? PV = nRT ആണ്. സോ വോളിയം കംപ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം വോളിയം കുറയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതിനുള്ളിലെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ. എന്നിട്ട് എവിടെ വെച്ചിട്ടാ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്? അതിന്റെ V1 ഇതായിരുന്നു ഇനീഷ്യൽ വോളിയം. ഇതിന്റെ 1/16 എന്ന് പറയുമ്പോൾ V1/16 ആവുന്നത് വരെ ഇതിനെ കംപ്രസ് ചെയ്തു. ഇതിനെ നമുക്ക് V2 എന്ന് വിളിക്കാം. അപ്പൊ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1/16 ആണ് V2. ഓക്കെ, ഇനീഷ്യൽ വോളിയം ആണ് V1. ആ V1ന്റെ 1/16 ആണ് ഇതിനെ കംപ്രസ് ചെയ്തിരിക്കുന്നത്. V1/16 അത്രയും വോളിയം കുറച്ചു. ആ പുതിയ വോളിയത്തിനെ V2 എന്ന് വിളിക്കാം. ഇനി എന്താണ് അടുത്ത പ്രോസസ്സ്? അടുത്ത പ്രോസസ്സ് ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? The gas is then expanded isobarically to double its volume. Okay, അപ്പൊ isobarically എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയായിരിക്കും പ്രോസസ്സ്. ഈ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെ? ഇങ്ങനെയാണ് ഐസോബാരിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നത്. ആൻഡ് ഏത് വരെയാണ്? പുതിയ വോളിയം എത്രയാണ്? ജസ്റ്റ് നൗ ഇപ്പൊ V2 ആയിരുന്നല്ലോ, അതിന്റെ ഡബിള്, അതായത് 2V2 വരെ. 2V2 വരെയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. 2V2. ആ 2V2 വരെയാണ്, അതായത് V2 ആയിരുന്നു ഇത്, അതിന്റെ ഡബിൾ വോളിയം ആവുന്നത് വരെ എക്സ്പാൻഡ് ചെയ്തു, അതായത് 2V2 ആവുന്നത് വരെ. ഈ 2V2നെ നമുക്ക് V3 എന്ന് വിളിക്കാം. അപ്പൊ V1, V2, V3. V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/16, ആൻഡ് V3 എന്ന് പറഞ്ഞാൽ V2 × 2. ഓക്കെ, യെസ്. ഇനി നമ്മള് അഡിയാബാറ്റിക് പ്രോസസ്സ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? PV⁻γ എന്നൊക്കെ പറഞ്ഞ്. യെസ്. അപ്പൊ അതില് PV⁻γ -1 ഈസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെയായിരുന്നു അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻസും കംപ്രസ് ചെയ്തതിനു ശേഷമുള്ള കണ്ടീഷൻസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ പ്രഷർ P1 V1 എന്നെടുക്കാം. ഇവിടുത്തെ പ്രഷർ P2 V2. സോറി, ഇവിടെ P അല്ല, T ആണ്. PV⁻γ ആണ്, ടെമ്പറേച്ചർ വോളിയം റിലേഷൻ ആണ്. TV⁻γ -1 ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആയിക്കോട്ടെ. ഇവിടുത്തെ നമ്മൾ ഇത് എന്തിനാ T ഉള്ള റിലേഷൻ എഴുതിയത്? കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടെമ്പറേച്ചർ ആണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഫൈനൽ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ടെമ്പറേച്ചർ ഉള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം. സോ TV⁻γ -1 ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടുത്തെ വോളിയം V1, ഇവിടുത്തെ ടെമ്പറേച്ചർ T1.
സോ റിലേഷൻ എങ്ങനെയായിരിക്കും? T1 V1 raised to gamma minus 1 is a constant. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ T2 V2 raised to gamma minus 1. ഓക്കെ. ഇനി T1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1. ഓക്കെ. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? നമുക്ക് V2 എന്താണെന്ന് അറിയാം അല്ലെ? V2 എന്താണ്? V1/16 ആണ്. അപ്പൊ 300 V1 raised to gamma minus 1 equal to T2 അറിയില്ല. V2 ന് പകരം നമുക്ക് എന്ത് ചെയ്താം? V1/16 all raised to ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.4 ആണ് ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ 1.4 ആണ്. 1.4 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? 0.4 ആണ്. ഓക്കെ. അപ്പൊ ഇത്ര വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് T2 ഒന്ന് കണ്ടുപിടിക്കാം. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 300 V1 raised to gamma minus 1. അത് ഇത്രയുള്ളത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിവിടെ ഡിനോമിനേറ്ററിൽ വരും അല്ലെ? അപ്പൊ ഡിവൈഡഡ് ബൈ V1, ഇവിടെയും 0.4 വരും കേട്ടോ. ഇവിടെയും 0.4 വരും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ V1 raised to 0.4 ഡിവൈഡഡ് ബൈ ഇതിനെ ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരികയാണ് ചെയ്യാം. അപ്പോ V1/16 മുകളിലേക്ക് വരും. അപ്പൊ 16 raised to 0.4 V1 raised to 0.4. V1/16 ആണ്, ഒന്നിച്ച് തന്നെയാണ്, വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇതും ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 16 raised to 0.4. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ 0.4നെ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് T2 equal to 300, ഇത് രണ്ടും പോയി. പിന്നുള്ളത് 16 into 16 നമുക്ക് 2 raised to 4 എന്ന് എഴുതാലോ. 2 into 2 4, 4 into 2 16, 4 into 2 8 and 8 into 2 16. അപ്പൊ 2 raised to 4 all raised to, ഈ 0.4 എന്ന് പറഞ്ഞാൽ എന്താ? 4/10 എന്നല്ലേ അർത്ഥം. അതിനെ കട്ട് ചെയ്ത് നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2/5 എന്ന് കിട്ടും. ഓക്കെ. 2 raised to 4 all raised to 2/5. ഓക്കെ. അപ്പൊ T2ന്റെ വാല്യൂ എന്താണ്? 300 into 2 raised to, ഇതെങ്ങനെ വരുന്നേ? 8/5 വരും അല്ലെ? 2 into 4 8, 8/5, 8/5. ഓക്കെ. അപ്പൊ T2ന്റെ വാല്യൂ കിട്ടി. അപ്പൊ V1ഉം V2ഉം വരുന്ന റിലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമുക്കറിയാം PV is equal to nRT. ഇതിൽ nR എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിൽ വിയും ടിയും തമ്മിൽ എന്താ റിലേഷൻ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അടുത്ത ടേം ആണ് പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞു, ഇവിടെ എത്തി. ഇനി നമ്മള് ഐസോബാരിക്കലി എക്സ്പാൻഡ് ചെയ്യാണ്. ഐസോബാരിക്കലി എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ P is കോൺസ്റ്റന്റ്. ബാക്കി അപ്പൊ എന്താണ് വേരിയബിൾ ഉള്ളത്? വോളിയം ആൻഡ് ടെമ്പറേച്ചർ. സോ ഈ ടെമ്പറേച്ചർ ഇവിടെ വരികയാണെങ്കിൽ V/T is a constant എന്ന് വരും. V/T is a constant. അപ്പൊ അതൊന്ന് നമുക്ക് എന്ത് റിലേഷൻ എഴുതാം? V2/T2 is a constant. ഇവിടത്തെയാണ് കേട്ടോ V1 V2. ഈ V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് T2. അപ്പൊ V2/T2 is equal to V3/T3. ഓക്കെ. അപ്പൊ ഇത്ര കിട്ടി നമുക്ക്. ഇനി എന്താ ചെയ്യേണ്ടത്? T3 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? We are interested in finding T3. അപ്പൊ T3ക്കുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് എന്താ വരിക?
T3 എന്ന് പറഞ്ഞാൽ V3 by V2 into T2 അല്ലേ? യെസ്. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V3 എന്ന് പറഞ്ഞാൽ 2V2 ആണ് അല്ലെ? അപ്പൊ 2V2 by V2 ഇവിടെ കണ്ടോ കട്ട് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഇൻറ്റു T2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 300 into 2 raised to 8/5. ഇതും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാല് ബാക്കി 2 into 300 into 2 raised to 8/5. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കൂ. അതൊന്ന് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുന്നത്? 2 into 300 into 2 raised to 8/5 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1.8 point സംതിങ് ആണ് കിട്ടുന്നത്. അപ്പൊ റൗണ്ട് ചെയ്ത് എഴുതാനാണ് 6 7 എന്തോ ആണ് കിട്ടുന്നത്. അപ്പൊ നിയറസ്റ്റ് ഇന്റീജർ റൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1819 എന്ന് വരും. ടെമ്പറേച്ചർ ആണ്. സോ യൂണിറ്റ് ഈസ് കെൽവിൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഒന്ന് T V raised to gamma minus 1 is a constant for adiabatic process. പിന്നെ PV is equal to nRT. അതില് പ്രഷർ കോൺസ്റ്റന്റ് ആണ് ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ. അപ്പൊ V/T is a constant. ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടന്നാലോ? യെസ്, ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലം, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. A gas can be taken from A to B via two different processes, ACB and ADB. When path ACB is used, 60 joules of heat flows into the system and 30 joules of work is done by the system. If path ADB is used, work done by the system is 10 joules. The heat flows into the system in path ADB is. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? രണ്ട് പാത്തിൽ കൂടിയാണ് ഈ പ്രോസസ് നടക്കുന്നത്. ഐദർ ACB എന്ന പാത്തിൽ കൂടെ ഓർ ADB എന്ന പാത്തിലൂടെ. ഇതിൽ ACB എന്ന പാത്തിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്തത്, യൂസ്ഡ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 60 joules ആണ്. ആൻഡ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് 30 joules. ഇഫ് ഇനി ADB ആണ് പാത്ത് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ചെയ്യുന്ന വർക്ക് 10 joules ആണ്. ഹീറ്റ് കണ്ടുപിടിക്കണം. സിമിലർ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പൊ അതേ മെത്തേഡിലാണ് നമ്മൾ ഇവിടെയും പ്രോബ്ലം ചെയ്യുന്നത്. എന്താണ് ഈ പ്രോബ്ലത്തിന്റെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിൾ എന്താണ്? ഏത് പാത്തിൽ കൂടെ പോവുകയാണെങ്കിലും ഒരു കാര്യം കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് അല്ല, ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം ആണ്. പാത്ത് വേരി ചെയ്യുമ്പോഴും ചേഞ്ച് ചെയ്യാത്ത ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആലോചിച്ചിട്ട് അതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യാതെ ഉള്ളത്? നമുക്കറിയാം, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു അല്ലെ? ഇതില് യു എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതെന്തിനെ? ഇന്റേണൽ എനർജി ഈസ് സ്ട്രിക്ട്ലി എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചറിനും ഫൈനൽ ടെമ്പറേച്ചറിനും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇതിലെ പോയാലും ഇവിടെയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെ മാത്രമാണ് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇന്റേണൽ എനർജി ത്രൂ ബോത്ത് ദ പ്രോസസ്, ബോത്ത് ദ പാത്ത് ഈസ് സെയിം
അപ്പോ നമുക്ക് ആദ്യത്തെ കേസിലുള്ള ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. എന്താണ്? ഹീറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ജൂൾസ്. 60 ജൂൾസ് ഒരു പോസിറ്റീവ് ആണ്. ഹീറ്റ് സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു യു പ്ലസ് വർക്ക് തന്നിട്ടുണ്ടോ? എത്രയാണ്? 30 ജൂൾസ് ആണ്. ആൻഡ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പൊ 30 ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ യു എത്രയാണ്? 60 മൈനസ് 30, അതായത് 30 ജൂൾസ്. അപ്പൊ ഇന്റേണൽ എനർജി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നിന്ന് ഇന്റേണൽ എനർജി കണ്ടുപിടിച്ചു. ഇനി പാത്ത് എ ഡി ബി നോക്കാം. പാത്ത് എ ഡി ബി അതിലെന്താണ് ചേഞ്ച് വരുന്നത് നോക്കാം. ഇതില് Q dash equal to delta U plus W. ഓക്കെ, ഈ പാത്തിൽ ഇപ്പൊ നമുക്ക് ഡെൽറ്റ യു അറിയാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഹീറ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? 30 ജൂൾസ് ആണ്, അതിന് ചേഞ്ച് വരില്ല. പാത്ത് മാറുമ്പോ ഇത് മാറില്ല. അപ്പൊ ഇത് 30 തന്നെ പ്ലസ് വർക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു നോക്കൂ. എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് 10 ജൂൾസ്. 10 ജൂൾസ്. അപ്പോ ഹീറ്റ് എത്രയാണ്? 40 ജൂൾസ്. ഈസി അല്ലേ? വളരെ ഈസിയാണ്. ഇനി അത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ഓപ്ഷനാണ്? 40 ജൂൾസ് ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A rigid diatomic ideal gas undergoes an adiabatic process at room temperature. The relation between temperature and volume for this process is TV raised to x is a constant. Then x is എന്താ ചോദിച്ചിരിക്കുന്നത്? ഡയാറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണ്. ഒരു അഡിയാബാറ്റിക് പ്രോസസ് ആണ് നടക്കുന്നത്. ആൻഡ് ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. TV raised to x is a constant. x എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ അപ്പൊ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. തന്നിട്ടുണ്ട് അഡിയാബാറ്റിക് പ്രോസസ് ആണെന്ന്. അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡൗട്ടും വേണ്ട. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എഴുതി. എന്തെന്നാ എഴുതേണ്ടത്? TV raised to gamma minus 1 is a constant. ആ TV raised to gamma minus 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത്? TV raised to x എന്നാണ് ഇവിടുത്തെ റിലേഷൻ. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇത് ഇവിടുത്തെ തന്നിരിക്കുന്ന കണ്ടീഷൻ ആണ്. ഇങ്ങനെയാണ് റിലേഷൻ എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? x ഈക്വൽ ടു ഗാമ മൈനസ് 1. ഓക്കെ, അപ്പൊ ഇനി ഗാമ അറിയണം. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഈ ചാപ്റ്ററിലും അത് അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൽ ഒരുപാട് പ്രോബ്ലത്തിന് അറിഞ്ഞിരിക്കണം. ഗാമ ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ് ഈസ് എത്രയാ? 7/4. ഗാമ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാലോ? CP/CV. CP/CV ആണ് ഗാമ എന്ന് പറയുന്നത്. ഫോർ എ ഡയാറ്റോമിക് മോളിക്യൂൾ ഗാമ ഇസ് ഈക്വൽ ടു 7/4. ആൻഡ് മോണോആറ്റോമിക് ആണെങ്കിലോ എത്രയാണ്? ഇറ്റ്സ് 5/3. 5/3 ആണ് മോണോആറ്റം. ഇത് ഇവിടെ ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് രണ്ടും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഡയാറ്റോമിക് മോളിക്യൂളിന് ഗാമ എന്ന് പറയുന്നത് 7/5 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. x ഈക്വൽ ടു 7/5 മൈനസ് 1. എത്ര വരുന്നത്? 7 മൈനസ് 5/5 2/5. 2/5 ഓപ്ഷനിലുണ്ടോ നോക്കാം. ഓക്കെ, ഡയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് 2/5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2/5 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ 2/5 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്.
അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം ഈ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് തിയറി ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് അടുത്തത് പഠിക്കാനുള്ളത്. കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻസ്, കൈനറ്റിക് തിയറിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഗ്യാസസിന്റെ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാൻഡംലി റാപ്പിഡ്ലി മൂവ് ചെയ്യുന്ന ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് ഗ്യാസിലുള്ളത്, അല്ലെ? അപ്പോ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ റാപ്പിഡ്ലി മൂവിങ്. അതാണ് ഒരു ഗ്യാസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. സോളിഡ്സിലാണെങ്കിലോ ഇറ്റ് ഈസ് വെരി ടൈറ്റ്ലി പാക്ഡ്, അല്ലെ? സോളിഡ്സിൽ ഒരു ഓർഡർ ഉണ്ട്, ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉണ്ട്. ദേ ആർ ടൈറ്റ്ലി പാക്ഡ്. ആറ്റത്തിനും മോളിക്യൂൾസിനും ഈ ഗ്യാസിലെ പോലെ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ആൻഡ് ഇന്റർ മോളിക്യുലർ സ്പേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ലിക്വിഡ്സ്. നോട്ട് പ്രസന്റ്. സോളിഡ്സിലാണെങ്കിൽ ഇന്റർ മോളിക്യുലർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യൂൾസിന്റെ ഇടയിലുള്ള സ്പേസ്. ഓക്കെ, ആ സ്പേസ് ഇല്ല. വളരെ ടൈറ്റ്ലി അറേഞ്ച്ഡ് ആണ്, ടൈറ്റ്ലി പാക്ഡ് ആണ് സോളിഡ്സിൽ. ഇനി ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിലോ ഇന്റർ മോളിക്യുലർ സ്പേസ് ആർ മോർ ആസ് കമ്പയർഡ് ടു സോളിഡ്. സോളിഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോളിക്യൂൾസിന്റെ ഇടയ്ക്കുള്ള സ്പേസ്, അതിനെയാണ് വിളിക്കുന്നത് ഇന്റർ മോളിക്യുലർ സ്പേസസ്. അത് കൂടുതലാണ്. പക്ഷെ ഗ്യാസസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറവാണ്. ഇനി ഗ്യാസിന്റെ കാര്യം പറയുകയാണെങ്കിലോ ദേ ആർ വെരി ലൂസ്ലി പാക്ഡ് ആസ് ഇന്റർമോളിക്കുലർ സ്പേസസ് ആർ വെരി ലാർജ്. ഗ്യാസസിന്റെ രണ്ട് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ദ റാൻഡം മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ഗ്യാസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓക്കെ, അടുത്ത് നോക്കൂ, മോളിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ. ഇതില് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ് പറയുന്നത്. അതിനെ മോളിക്കുലർ തിയറി ഓഫ് മാറ്റർ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അതിനെന്താ പറയുന്നത്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് വിച്ച് ഇൻ ടേൺ ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. എന്താ പറയുന്നത്? മാറ്റർ മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഈ ചാപ്റ്ററിൽ. ആൻഡ് അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, ഏതൊരു ഗ്യാസ് എടുത്താലും അതിന്റെ ഈക്വൽ വോളിയം എടുത്താലും അറ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് ഈക്വൽ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ അതില് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. ആൻഡ് ആ നമ്പർ നിങ്ങൾക്ക് അറിയാലോ, അവഗാഡ്രോസ് നമ്പർ അറിയാലോ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. സോൾട്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസിന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. സോളിഡ്സിൽ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്, ലിക്വിഡ്സിൽ നോട്ട് ദാറ്റ് ടൈറ്റ്ലി പാക്ഡ്, ആൻഡ് ഗ്യാസസിലാണെങ്കിൽ ലൂസ്ലി പാക്ഡ് ആണ്. ഇനി മീൻ ഫ്രീ പാത്ത് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് a molecule travel without colliding. ഓരോ തവണയും ഇവർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണല്ലോ മോളിക്യൂൾസ്. അപ്പൊ ഇവർ തമ്മിൽ കൊളീഷൻ നടക്കും. കൊളീഷൻ നടത്തിട്ട് ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ വെലോസിറ്റി കുറയും. ഓക്കെ, വീണ്ടും അവര് അവിടെ നിന്ന് അടുത്ത കൊളീഷനിലേക്കുള്ള സമയം, രണ്ട് സക്സസീവ് കൊളീഷന്റെ ഇടയ്ക്കുള്ള സമയത്തിനെയാണ്, അതായത് കൊളൈഡ് ചെയ്യാത്ത സമയം, ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ നടക്കുന്നത് വരെ ഉള്ള സമയത്തിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോളിഡ്സിൽ മീൻ ഫ്രീ പാത്ത് ഇല്ല, കാരണം ദേ ആർ ടൈറ്റ്ലി പാക്ഡ്. അവർക്ക് ഫ്രീ മൂവ്മെന്റ് ഇല്ല, അതുകൊണ്ട് കൊളീഷൻ നടക്കുന്നില്ല. ആൻഡ് ലിക്വിഡ്സിൽ ലെസ് ആണ്. പക്ഷെ ഗ്യാസസിലാണെങ്കിൽ മീൻ ഫ്രീ പാത്ത് ഫോളോഡ് ബൈ ദി there is mean free path followed by the molecules. വളരെ അധികം കൊളീഷൻസ് നടക്കുന്ന കേസാണ് ഗ്യാസസിന്റെ കേസ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. PV is equal to nRT അല്ലെങ്കിൽ PV is equal to μRT എന്ന് പറയുന്നത്. ഇതില് R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് KB into NA. ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു KB into NA. ഇതിൽ KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോസ് നമ്പർ.
പിന്നെ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. ബോയിൽസ് ലോ എന്നതിൽ എന്താണ് പറയുന്നത്? PV is a constant. According to Boyle's law, at a constant temperature, pressure of a given mass of gas varies inversely with the volume. Pressure and volume are inversely proportional. And Charles law എന്താ പറയുന്നത്? V by T is a constant. According to Charles law, at a constant pressure, volume of the gas is directly proportional to the absolute temperature. Okay. പിന്നെ ഒരു ടേം പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ. അതിൽ എന്താണ് പറയുന്നത്? ഒരു ഗ്യാസ് മിക്സ്ചർ ഉണ്ട്, ഒന്നിലധികം ഗ്യാസ് ഉള്ള ഒരു മിക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും. Partial pressure is the pressure exerted by a particular gas if only that gas is present in the vessel. ഓക്കെ, ആ ഗ്യാസ് മാത്രം ഒരു വെസലിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രഷറാണ് ആ വെസലിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോ രണ്ടിലധികം ഗ്യാസസ് അതേ കണ്ടെയ്നറിൽ അതേ വെസലിൽ ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രഷർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോന്നിന്റെയും സെപ്പറേറ്റ് പ്രഷർ, അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, അതിന്റെ സം ആയിരിക്കും. യെസ്. അടുത്തത് മീൻ ഫ്രീ പാത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മീൻ ഫ്രീ പാത്ത് ഇസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് അടുത്ത ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. കൂടുതൽ പ്രോബ്ലംസും ഇക്വേഷൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോ തിയറി ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ. കൈനറ്റിക് തിയറി ആണ് അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണ് 11th ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.